പ്രശ്ന പരിഹാരത്തിന് നിർണായക നടപടികളുമായി സംസ്ഥാന സർക്കാർ. പട്ടയമുള്ളവരെ ഒഴിപ്പിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം കൈക്കൊണ്ടത് 4 സുപ്രധാന തീരുമാനങ്ങൾ. നിയമപരമായ അവകാശം പരിശോധിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനമായി. മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ വിശദമായ ചർച്ചയാണ് നടത്തിയത്. എല്ലാ വശവും പരിശോധനകളും നടത്തിയാണ് 4 പ്രധാന തീരുമാനം യോഗം കൈക്കൊണ്ടത്. പട്ടയമുള്ള ആരെയും ഒഴിപ്പിക്കില്ല. ഇനി ഒരു നോട്ടീസും നൽകരുതെന്ന സർക്കാർ ആവശ്യം വഖഫ് ബോർഡ് അംഗീകരിച്ചു. നിയമപരമായ അവകാശം പരിശോധിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ കമ്മീഷൻ രൂപീകരിക്കും. 3 മാസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. തുടങ്ങിയവയാണ് തീരുമാനങ്ങൾ. എല്ലാ സങ്കീർണതകളും കമ്മീഷൻ പരിശോധിക്കുമെന്നും ശാശ്വതമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും യോഗത്തിനു ശേഷം മന്ത്രിമാരായ പി രാജീവ്, കെ രാജൻ, വി അബ്ദുറഹ്മാൻ എന്നിവർ വ്യക്തമാക്കി. ഇപ്പോൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 4 തീരുമാനങ്ങളാണ്. ഒന്ന്, അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ ആരെയും ഒഴിപ്പിക്കില്ല, അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടണം. ഇതാണ് എടുത്തിട്ടുള്ള ആദ്യത്തെ 2 തീരുമാനങ്ങൾ. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് ഈ കൈവശമുള്ള ആളുകളുടെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. നികുതി അടയ്ക്കുന്നതിനെതിരായ കോടതി നടപടികളിൽ സർക്കാർ റിവ്യൂ ഹർജി നൽകാനും യോഗം തീരുമാനിച്ചു. വിഷയത്തിൽ ഒരു കാലതാമസവും സർക്കാർ വരുത്തിയിട്ടില്ലെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. യോഗത്തിൽ മുഖ്യമന്ത്രി, 3 വകുപ്പ് മന്ത്രിമാർ, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ, ചീഫ് സെക്രട്ടറി, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.